ചങ്ങായിമാരെ, ഐഫോൺ 7 കേട്ടോ. അതായത് ഐക്ലൗഡ് ലോക്കാണ്. ഒരുപാട് ആൾക്കാർ ഐക്ലൗഡ് അൺലോക്ക് ചെയ്യുന്ന വീഡിയോ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് സംബന്ധമായിട്ടൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് മാക് ബുക്കാണ് ഐക്ലൗഡ് അൺലോക്ക് ചെയ്യാൻ. മാക്കിലും ചെയ്യാം, വിൻഡോസിലും ചെയ്യാം. വിൻഡോസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ വിൻഡോസിൽ റേറ്റ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കസ്റ്റമർ ഷോപ്പായാലും അതുപോലെ കസ്റ്റമറൊക്കെ ആയാലും നമ്മൾ ബെസ്റ്റ് റേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, മാക് ബുക്ക് യൂസ് ചെയ്താലുള്ളൂ എനിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മാക് ബുക്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. VR ആക്ടിവേറ്റർ, പിന്നെ എൽ പ്രോ, അതേപോലെ SMD ആക്ടിവേറ്റർ, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും റേറ്റ് കുറവ് ഏതാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ്. സെർവറിൽ നമുക്ക് ഡെയിലി റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരും. ഇപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ബൈപ്പാസ് എന്നൊരു എന്തുണ്ട് അതിൽ കൂടെ സെറ്റ് എന്ത് ചെയ്തു കണക്ട് ചെയ്തതിന് ശേഷം നമുക്കവിടെ റിക്കവറി മോഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബൂട്ട് ഡിവൈസ് ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജെൽ ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ജെൽ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പവർ ബട്ടണും വോളിയം ഡൗണും ഒരുമിച്ച് പ്രസ് ചെയ്യണം. 4 സെക്കൻഡ് കഴിഞ്ഞാൽ പവർ ബട്ടൺ വിടണം, വോളിയം ഡൗൺ വിടാൻ പാടില്ല. അങ്ങനെ 10 സെക്കൻഡോളം വോളിയം ഡൗണ് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനായി കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ജെൽ ബ്രേക്കിംഗ് കഴിഞ്ഞ് കിട്ടും. ജെൽ ബ്രേക്കിംഗ് കംപ്ലീറ്റ് ആവും. ജെൽ ബ്രേക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സീരിയൽ നമ്പറോ അല്ലെങ്കിൽ IMEI നമ്പറോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെർവറിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. സെർവറിൽ രജിസ്റ്റർ ചെയ്യുന്നത് കുഴപ്പം വെച്ചാൽ നമുക്ക് സിമ്മും കാര്യങ്ങളും വർക്കിംഗ് ആവും, 100% വർക്കിംഗ് ആവും. അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും നല്ലത് സെർവർ വെച്ച് ചെയ്യാം. മറ്റേ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അതിലൂടെ ചെയ്യുമ്പോൾ ചില ഡിവൈസുകളിൽ സിമ്മ് വർക്ക് ആവാത്ത കാരണവശാൽ വരാം, സിമ്മ് വർക്ക് ആവാതെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കസ്റ്റമർ ചിലപ്പോൾ ചോറാവും, ചിലപ്പോൾ പഴയ കണ്ടീഷനിലാക്കേണ്ടി വരും. അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നേക്കാം. അതൊന്നും ഇല്ലാതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സെർവർ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് സെർവറിൽ നമുക്കിതിൻ്റെ എന്ത് ചെയ്യണം, നമ്പർ രജിസ്റ്റർ ചെയ്യണം. ഇനി നമുക്ക് സെർവറിൽ എങ്ങനെയാണ് ഇതിനെ രജിസ്റ്റർ ചെയ്യാം, അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ജെൽ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സീരിയൽ നമ്പർ അല്ലെങ്കിൽ IMEI നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കണം. അത് എടുത്തിട്ട് എന്ത് ചെയ്യണം, സെർവർ ഓപ്പൺ ആക്കുക. സെർവർ ഓപ്പൺ ആക്കി നമ്മൾ ഏതിലാണോ ബൈപ്പാസ് ജെൽ ബ്രേക്ക് ചെയ്തത് അത് പോവുക. ഇപ്പോൾ ഐബാസ് എൽ പ്രോ ഇവിടെ കാണാം, ബൈപ്പാസ് എൽ പ്രോ ബൈപ്പാസ് വിത്ത് സിഗ്നൽ, അതായത് സിഗ്നൽ വർക്കാവുന്നത്, നെറ്റ്വർക്ക് ഇങ്ങനെ കിട്ടുന്നത്. അത് മോഡൽ കണ്ടു, അതിൻ്റെ ടൈം 1 മിനിറ്റ് to 10 മിനിറ്റാണ് ടൈം. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ഇൻ പ്രോസസ്സർ വരും. ഫസ്റ്റ് നമുക്ക് വെയിറ്റിംഗ് വരും, പിന്നെ അതിന് ശേഷം ഇൻ പ്രോസസ്സർ വരും. ഇൻ പ്രോസസ്സർ വന്നതിന് ശേഷം ഇതിലെന്ത് ചെയ്യും, മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവും. അതായത് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ സക്സസ് ആവും. അപ്പോൾ സക്സസ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ബൈപ്പാസ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ റീ ഓപ്പൺ ആക്കുക. അതായത് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും റീ ഓപ്പൺ ആക്കുക. റീ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ എന്ത് ചെയ്യും, ആക്റ്റീവ് ഡിവൈസ് ഉണ്ടാവും, അത് ഡിസേബിൾ ആയിട്ട് ആദ്യം കിടക്കുക. അത് നമുക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ അത് എനേബിൾ ആവും. ഇപ്പോഴാണ് ആക്റ്റീവ് ഡിവൈസ് അവിടെ എനേബിളിന് ശേഷം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ എന്ത് ചെയ്യും, ഒന്ന് റീബൂട്ടായി വരും. റീബൂട്ടായി വരുമ്പോൾ എന്ത് ചെയ്യും, സെറ്റ് ഓക്കെ ആവും. അവിടെ നോട്ടിഫിക്കേഷൻ വന്നു, ഓക്കെ ആയി. ഇത്രേ ഉള്ളൂ ഒരു ഫോണ് ഐക്ലൗഡ് അൺലോക്ക് ചെയ്യാം. സെർവർ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മാക് ബുക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ടൂളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഓൺലൈനിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ചെയ്തുതരാം, നിങ്ങൾക്ക് ചെയ്തിട്ട് പഠിക്കാം. ഈ ഐക്ലൗഡ് വർക്ക് നമുക്ക് പ്രത്യേകം ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് പഠിപ്പിച്ചെടുക്കാറില്ല. ഇതേപോലെ ഓൺലൈനിൽ പഠിക്കാം. ഇതേപോലെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ നിങ്ങൾക്ക് ബയോൻ്റെ അകത്ത് കിട്ടും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കൂടാതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.